പനി ഒരു രോഗമാണോ? പനി വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടും ക്ലെയിം റിജക്ട് ചെയ്യും. ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. പോളിസി എടുക്കാൻ നേരത്ത് ഇൻഷുറൻസിന്റെ ഏജന്റ് പറഞ്ഞത് 24 hours അഡ്മിറ്റ് ആയാൽ ക്ലെയിം കിട്ടുമെന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്ലെയിം റിജക്ട് ആയത്? ഏറ്റവും കൂടുതൽ ക്ലെയിം റിജക്ഷൻ വരുന്നത് മെഡിക്കൽ മാനേജ്മെന്റ് കേസിലാണ്. പനിയെക്കുറിച്ച് കേരള സർക്കാർ കുടുംബാരോഗ്യക്ഷേമ വകുപ്പ് എന്താണ് പറയുന്നത് നോക്കാം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. പനിയെ ഭയപ്പെടേണ്ട, രോഗിയെ ജാഗ്രതയോടെ പരിചരിക്കൂ. പനികൾ പൊതുവെ വൈറൽ പനികളാണ്. അവയ്ക്ക് മിക്കപ്പോഴും പലതരം പരിശോധനകളും നിരവധി ഔഷധങ്ങളും വേണ്ട. സാധാരണ വൈറൽ പനികൾ സുഖമാവാൻ 3 മുതൽ 5 ദിവസം വരെ വേണ്ടിവരാം. ആശുപത്രിയിലായാലും വീട്ടിലായാലും ശരീരത്തിന് വേണ്ടത്ര ശ്രദ്ധയും പരിചരണവും നൽകേണ്ടതാണ്. രോഗം വേഗം മാറാനും പനി വിട്ടുപോയ ശേഷമുള്ള ക്ഷീണം കുറയ്ക്കാനും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ചൂടുള്ള പാനീയങ്ങൾ ക്രമമായി നിരന്തരം കുടിക്കുക. ഉപ്പു ചേർത്ത കട്ടിയുള്ള കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഇളനീർ എന്നിവ കട്ടൻ ചായ, കട്ടൻ കാപ്പി, ജീരകവെള്ളം, വെറും ചൂടുവെള്ളം എന്നിവയേക്കാൾ നല്ലതാണ്. നന്നായി വേവിച്ച മൃദുവായ പോഷകപ്രധാനമായ ഭക്ഷണവും ചുറ്റുവട്ടത്ത് ലഭ്യമായ പഴങ്ങളും ചെറിയ അളവിൽ ഇടവിട്ട് തുടർച്ചയായി കഴിക്കുക. പനി പൂർണ്ണമായും മാറും വരെ വിശ്രമിക്കുക. രോഗം വേഗം വിട്ടൊഴിയാൻ അത് സഹായിക്കും. ഇത് പനി പകരുന്നത് തടയുകയും ചെയ്യും. ഇനി എപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടത് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. പ്രതീക്ഷിച്ച സമയം കൊണ്ട് പനി ഭേദമാകുന്നില്ല. ശരീരത്തിൽ പാടുകൾ, തിണർപ്പുകൾ, ജന്നി, രക്തസ്രാവം, മഞ്ഞപ്പിത്തം, മൂത്രത്തിന്റെ അളവ് കുറയുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, പെരുമാറ്റ വ്യതിയാനം എന്നിങ്ങനെ സാധാരണമല്ലാത്ത ലക്ഷണങ്ങൾ ഉണ്ടാവുന്നു. ഭക്ഷണം കഴിക്കാൻ വയ്യാതാകുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ പനിക്ക് വേണ്ടിയിട്ട് ഒരു ചികിത്സ തേടേണ്ട ആവശ്യമുള്ളൂ എന്നാണ് കേരള സർക്കാർ കുടുംബാരോഗ്യക്ഷേമ വകുപ്പ് പറയുന്നത്. പനി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് സാധാരണ താപനില. നമ്മുടെ താപനില നിയന്ത്രിക്കുന്നത് തലച്ചോറിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഹൈപ്പോതലാമസ് ആണ്. ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ തുടങ്ങിയ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങളായ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പനി ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയ പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. സാധാരണ നിലയിൽ 1-2 ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇവ ആക്റ്റീവ് ആകാൻ തുടങ്ങുന്നത്. ഇവ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുകയും WBC കോശങ്ങൾ ഇത് തിരിച്ചറിയുമ്പോൾ തിരിച്ചും ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുന്ന ഹൈപ്പോതലാമസ് ബോഡിയുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ നിന്നും 38 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഉയർത്തുന്നു. ഈ സമയത്ത് വരുന്ന ബാക്ടീരിയയ്ക്ക് വേണ്ടത്ര രീതിയിൽ ആക്റ്റീവ് ആകാൻ കഴിയാതെ വരികയും WBC കോശങ്ങൾ ഇവയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്വയം ചികിത്സിക്കരുത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് മരുന്നുകൾ കഴിക്കാവൂ എന്ന് പറയുന്നത്. മെഡിക്ലെയിം പോളിസികൾ എടുക്കുന്നത് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപകരിക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് അർഹതയുണ്ടായിട്ടും ക്ലെയിം റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ടാണ് ഓംബുഡ്സ്മാനും കോടതികളും ഒക്കെ നിലവിലുള്ളത്. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നത് 20,000 രൂപയുടെ ബില്ലിൽ 17,000 രൂപയും ഹോസ്പിറ്റൽ ചാർജും റൂം റെന്റുമായിട്ട് പോകും. 3,000 രൂപയായിരിക്കും ഇവിടെ ഒരു മെഡിസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒരു മെഡിക്ലെയിം പോളിസി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ പനിയെ പേടിച്ച് മാത്രമല്ല നമ്മളൊന്നും പോളിസി എടുത്തു വെച്ചിരിക്കുന്നത്. വലിയ ക്ലെയിം വന്നാൽ അതൊരു ബാധ്യതയായിട്ട് മാറാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്.